ഹലോ ഹായ് കൂട്ടുകാരെ, തനൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഒന്നാന്തരം ഒരു മുട്ട പൊരിച്ചതാണ്. മുട്ട പൊരിച്ചത്, മുട്ട വറുത്തത്, ഓംലെറ്റ് തുടങ്ങിയ വിവിധ പേരുകളിൽ നമ്മളിത് പറയും. വിവിധ പ്രദേശങ്ങളിൽ പല പേരുകളാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ആ മുട്ട പൊരിച്ചത് അല്ലെങ്കിൽ മുട്ട വറുത്തത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു കോഴിമുട്ടയാണ് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു ബൗളിൽ സവാള അരിഞ്ഞത്, കുറച്ച് തേങ്ങ ചിരകിയത്, ഒരു പച്ചമുളക് അരിഞ്ഞെടുത്തത്, അതിൻ്റെ കൂടെ നമ്മൾ ഫ്ലേവറിനായിട്ട് ചീരയുടെ ഇലയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി മുട്ട പൊട്ടിച്ച് നമുക്ക് ബൗളിലേക്ക് ഒഴിക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുട്ട പൊരിച്ച് കഴിയുമ്പോൾ സോഫ്റ്റ്നെസ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി വെള്ളം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. മുട്ടയും മറ്റു ചേരുവകളും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആകണം. ഈ പരുവത്തിന് ആയാൽ മതിയാകും. ഇനി ചേർക്കുന്നത് 2-3 ഇതൾ കറിവേപ്പിലയാണ്. അതുകൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടുപ്പിലേക്ക് പാൻ വെച്ച് സ്റ്റൗ ഓൺ ചെയ്യുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയും ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇനി നമുക്ക് മുട്ട മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും അത് വിടർന്ന് പരക്കുന്നതാണ്. ഒരു സൈഡ് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആദ്യം കുറച്ച് നേരം നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കണം. അതിനുശേഷം നമുക്ക് സിമ്മിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി മുട്ടയൊന്ന് നമുക്ക് മറിച്ചിടാം. മറുഭാഗം കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. കുരുമുളക് പൊടി ചേർക്കേണ്ടവർക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതുകൊണ്ടാണ് ചേരുവകളിൽ അത് പറയാതിരുന്നത്. ഇതാ വളരെ സ്വാദിഷ്ടമായ മുട്ട ഓംലെറ്റ് റെഡിയായിട്ടുണ്ട്, അല്ലെങ്കിൽ മുട്ട പൊരിച്ചത് റെഡിയായിട്ടുണ്ട്. നമ്മളെല്ലാവരും ചോറിനോടൊപ്പമോ അല്ലാതെയോ ഒക്കെ മുട്ട പൊരിച്ചത് കഴിക്കാറുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നല്ല നമസ്കാരം, ടാറ്റാ, ബൈ ബൈ.